റസൽമേനിയ 42 കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല മൊമെന്റുകളാണ് WWE ഇപ്പോൾ കുളമാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത് ശരിക്കും WWE സർപ്രൈസ് ആയിട്ട് വെക്കേണ്ടിയിരുന്നിട്ടുണ്ടായിരുന്ന ജോൺ സീനയുടെയും ഫിൻ ബാലറിന്റെയും റേ മിസ്റ്റീരിയോയുടെയും റസൽമേനിയ 42 മൊമെന്റുകളായിരുന്നു. അതായത് ഫിൻ ബാലർ അദ്ദേഹത്തിന്റെ ഡീമൻ കിങ് പേഴ്സണലിൽ വരും എന്നുള്ളത് WWE ശരിക്കും സർപ്രൈസ് ആക്കി റസൽമേനിയ 42ലേക്ക് ഫാൻസിനോ അല്ലെങ്കിൽ ക്രൗഡിനോ ലൈവായിട്ട് കൊടുക്കേണ്ട മൊമെന്റ് ആയിരുന്നു. എന്നാൽ ടിക്കറ്റ് വിറ്റ് പോകാത്തതിന്റെ ഒരേ ഒരു കാരണം കൊണ്ട് WWE തന്നെ അവരുടെ പോസ്റ്ററിൽ ഡീമൻ കിങ്ങിനെ കാണിച്ചിരിക്കുന്നു. റിട്ടയർമെന്റ് കഴിഞ്ഞ് ജോൺസിനെ തിരിച്ചു വരുമെന്നുള്ളത് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റസൽമേനിയ 42ന്റെ ഹോസ്റ്റാണ് ജോൺസിന എന്നുള്ളത് ഡബ്ല്യുഡബ്ല്യുഇക്ക് സർപ്രൈസ് ആക്കി വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഫാൻസിന്റെ അടുത്തു നിന്നും കിട്ടാൻ വേണ്ടി പോകുന്ന ആ ഒരു വരവേൽപ്പ് അത്രയും അധികമായിരിക്കും. എന്നാൽ ടിക്കറ്റ് വിറ്റ് പോകാത്തതുകൊണ്ട് അതും ഡബ്ല്യുഡബ്ല്യുഇക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. റസൽമേനിയ 42 നടക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ലാഡർ മാച്ചിലേക്ക് റേ മിസ്റ്റീരിയോ ആഡ് ആയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ വന്ന് പറയുകയുണ്ടായി. ശരിക്കും പണ്ടത്തെ റസൽമേനിയയിൽ ജെഫ് ഹാർഡിയും മാറ്റ് ഹാർഡിയും റിട്ടേൺ ചെയ്തതുപോലെ റേ മിസ്റ്റീരിയോക്ക് നല്ലൊരു റിട്ടേൺ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ റസൽമേനിയ 42 മൊമെന്റായി മാറിയേനെ. എന്നാൽ ടിക്കറ്റ് വിറ്റ് പോകാത്തതുകൊണ്ട് ഡബ്ല്യുഡബ്ല്യുഇ അതും ചെയ്തില്ല. ആകപ്പാടെ ഒരു അവസ്ഥയാണ് റസൽമേനിയ 42. ഇനി ഷോ എന്തായിരിക്കും എന്നുള്ളത് കണ്ടറിയാം.